ഇന്നത്തെ രാജസ്ഥാന്റെ കളി കണ്ട് ക്രിക്കറ്റ് ആരാധകർ ഞെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശിയുടെ വെറും 35 ബോളിൽ നിന്നാണ് താരമെന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇന്ന് ഗുജറാത്തിനെതിരെയാണ് രാജസ്ഥാൻ കളി ജയിച്ചിരിക്കുന്നത്. കളി ജയിച്ച് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി വൈഭവ് സൂര്യവംശി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് 209 റൺസ് എടുത്തുവെങ്കിലും രാജസ്ഥാൻ 15 ഓവറിൽ അത് മറികടന്നു. അതുപോലത്തെ ബാറ്റിംഗ് ആണ് രാജസ്ഥാൻ ഇന്ന് പുറത്തെടുത്തത്. ഇന്ന് കളി ജയിച്ച് വൈഭവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാജസ്ഥാൻ ടീമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമായിരുന്നു. കാരണം ഈ ഒരു ചെറിയ വയസ്സിലും എനിക്ക് അവസരം തന്നത് രാജസ്ഥാനാണ്. അതിന് നന്ദി എനിക്ക് അവരോടുണ്ട്. അവരെന്നോട് അർപ്പിച്ച വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ രണ്ടും കളിപ്പിച്ചാണ് കളിക്കാൻ ഇറങ്ങിയത്. രാജസ്ഥാനെ സംബന്ധിച്ച് ഇന്നത്തെ മാച്ച് നിർണായകമായിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇന്ന് പുറത്തെടുത്തു. ഇന്നത്തെ സെഞ്ചുറി ഒരിക്കലും ഞാൻ മറക്കില്ല. ഇത്രയും മനോഹരമായിട്ട് കളിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് കളിയുടെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നത് സഞ്ജുവാണ്. ഈ ഒരു അവസരത്തിൽ ആദ്യമേ ഞാൻ നന്ദി പറയുന്നത് ക്യാപ്റ്റൻ സഞ്ജുവിനോടാണ്. ബാറ്റിങ്ങിലെ ചില ടെക്നിക്കുകൾ സഞ്ജു എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെയാണ് ഞാൻ ഇന്ന് കളിച്ചത്. സഞ്ജുവിൻ്റെ ആ കളി രീതിയാണ് എന്നെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് ഈ ഒരു വിജയം ഞാൻ സഞ്ജുവിനെ സമർപ്പിക്കുന്നു. വരാൻ പോകുന്ന മാച്ചിലും ഇതുപോലെ തന്നെ കളിക്കുമെന്ന് വൈഭവ് സൂര്യവംശി വ്യക്തമാക്കി. വൈഭവ് ഫോം ആയതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. സഞ്ജുവാണ് വൈഭവിനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. പണ്ട് സഞ്ജു 18-ാം വയസ്സിൽ ഇതുപോലെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ടുണ്ട്. അന്നലെ സഞ്ജു യുവതാരമായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സഞ്ജു പിറന്നിരിക്കുകയാണ്. വൈഭവിന്റെ ബാറ്റിംഗ് കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. വെറും 14 വയസ്സിലാണ് താരം ഇങ്ങനെ കളിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കോ കോഹ്ലിക്കോ ഇല്ലാത്ത റെക്കോർഡാണ് വൈഭവ് നേടിയിരിക്കുന്നത്. ഒരിക്കലും ഈ ചെറിയ പ്രായത്തിൽ 35 ബോളിൽ നിന്ന് സെഞ്ചുറി അടിക്കുന്നു പറയുമ്പോൾ അത് ഈസിയല്ല. IPL ചരിത്രത്തിൽ വൈഭവിന്റെ പേരും ഇനി ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.